ഒരു പ്രവാസി സുഹൃത്ത് 5 വർഷമായി വിദേശത്തേക്ക് യാത്ര പോയിട്ട് ഇതുവരെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ ഫോൺ കോളുകളും മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം ഈയിടെയായിട്ട് ഫോൺ കോളുകളോ മെസ്സേജുകളോ ഒന്നും തന്നെ ഇല്ല. അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, റിംഗ് ആവുന്നില്ല, മെസ്സേജ് റിസീവ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള വലിയ പ്രയാസങ്ങളുമായി കണ്ണീരോടുകൂടെ കടന്നു വന്ന ഒരു കുടുംബം അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ഒരു ഇസ്മ എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 400 തവണ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അവർ മുറപ്രകാരം കൃത്യമായി ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും 400 തവണ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ഇസ്മ ചൊല്ലുകയും അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് 4-ാം ദിവസം അവർ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. വലിയ അത്ഭുതമല്ലേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇത്? ഗൾഫിൽ നിന്ന് സ്വദേശത്തേക്ക് മടങ്ങുകയും അവർ കുടുംബവുമായി കാണുകയും കൂടുകയും അല്ലലും അലട്ടലുമില്ലാതെ വളരെ സുഖകരമായ രൂപത്തിൽ കുടുംബജീവിതം നയിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷദായകമായ ജീവിതത്തിന്, ആ കണ്ണീരോടുകൂടെ കടന്നു വന്ന കുടുംബത്തിന് ഇത്രമേൽ സൗഭാഗ്യത്തിന് കാരണമായ ആ പവിത്രമായ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ഇസ്മ വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഇസ്മാണ്. ഈ ഇസ്മിനെ പിടിച്ചിട്ടുള്ളത്, ഇതിനെ എടുത്തിട്ടുള്ളത്, ഇതിനെ ഈ ഇസ്മ ഉത്ഭവിച്ചിട്ടുള്ളത് വുദ് എന്ന ഒരു നാമത്തിൽ നിന്നാണ്. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഈ ഇസ്മ ഏതാണെന്ന് തിരിഞ്ഞ ആളുകള്, ഉസ്താദ് പറഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞത് ആളുകൾ അതൊന്ന് എഴുതി അറിയിക്കണേ. അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത ആളുകളാണല്ലോ. അത്തരം ആളുകളുണ്ട് എന്നറിയുമ്പോഴുള്ള സന്തോഷം ഇൻഷാ അല്ലാഹ്. അപ്പൊ വുദ് എന്ന പദത്തിൽ നിന്നാണ്, യഥാർത്ഥത്തിൽ ക്രിയാധാതുവിൽ നിന്നാണ് ഈ ഒരു ഇസ്മ ഉത്ഭവിച്ചിട്ടുള്ളത്. ഏതാണ് ഇസ്മ എന്നറിയണോ? അൽ വദൂദ് എന്ന് പറയുന്ന ഇസ്മ. അള്ളാഹുവിന്റെ മഹത്തായ ഒരു ഇസ്മാണ് വദൂദ് എന്ന് പറയുന്നത്. സ്നേഹാധിക്യമുള്ളവൻ, സ്നേഹസമ്പന്നൻ എന്നൊക്കെയാണ് ഈ മഹത്തായ ഇസ്മിന്റെ അർത്ഥം. അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ സ്നേഹിക്കുകയും അനുഗ്രഹത്തിന്റെ ഉറവകൾ ഒഴുകുകയും ചെയ്യുന്നു എന്നതാണ് അർത്ഥം. അപ്പൊ അള്ളാഹു ഒരാളെ അങ്ങേയറ്റം സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ അനുഗ്രഹങ്ങൾ അവരിലേക്ക് ചൊരിച്ചു കൊടുക്കും. അള്ളാഹു ഒരു നിസ്സഹായാവസ്ഥ, നമ്മുടെയൊക്കെ ഒരു നിസ്സഹായാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് അള്ളാഹു നമുക്ക് കാരുണ്യം കാണിക്കുന്നു എന്ന രൂപത്തിലല്ല. അത് യഥാർത്ഥത്തിൽ ഒരു അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരഴിബിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അള്ളാഹുവിനൊരു ദൗർബല്യം, നിസ്സഹായാവസ്ഥയിൽ എത്തുന്ന ഒരു ദൗർബല്യമുണ്ട്. ആ രൂപത്തിലല്ല. അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. അപ്പോ അള്ളാഹു ആ സ്നേഹമുള്ളവരോട് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കും. അത് ഇങ്ങനെ ഒരു മനസ്സലിഞ്ഞിട്ട് അള്ളാഹു ചെയ്യുക എന്ന രൂപത്തിലല്ല അള്ളാഹുവിന്റെ സ്നേഹം എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു അവന്റെ അടിയാറുകളായ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ്. സകല ദൗർബല്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ അതിന്റെ അർത്ഥത്തിന് മനസ്സിലാക്കരുതെന്ന് പറഞ്ഞു. ആരുടെയെങ്കിലും ദയനീയ സ്ഥിതി കണ്ട് മനസ്സലിയുകയും അങ്ങനെ കൃപ കാണിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതൊരു അയ്ബാണ്, ഒരു ദൗർബല്യമാണ്. അവനാണെങ്കിലോ സകലവിധ ദൗർബല്യങ്ങളെ തൊട്ടും പരിശുദ്ധനാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പിഴവ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഒരു പ്രയാസം മനസ്സിലാക്കിയിട്ട് അങ്ങനെ അള്ളാഹു ചെയ്യുന്നില്ല എന്നല്ല, അങ്ങനെ മനസ്സലിഞ്ഞു ചെയ്യുന്ന ഒരു സ്നേഹമാണ്. അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്. അത് അള്ളാഹു അതിനിങ്ങനെ അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ സൃഷ്ടികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്നേഹമുള്ളവനും കരുണ കാണിക്കുന്നവനുമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉപകരിക്കേണ്ട വസ്തുക്കളുടെ ഫലവും പ്രയോജനവും സൃഷ്ടികൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആഗ്രഹിച്ചിട്ട് അള്ളാഹു അത് അവർക്ക് നൽകുമെന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും അമിതമായി സ്നേഹിക്കാതിരിക്കുക.
അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വേണം. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വേണം. അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം വേണം. തനിക്ക് താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുക, സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുക, ഇതെല്ലാം നമ്മുടെ ചുമതലയാണ്. ഈ ഇസ്മ അമൂല്യ രത്നവും ആകർഷകമേറിയ വലിയ കാന്തവുമാണ്. ഇത് പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാൽ എല്ലാ സൃഷ്ടികളും അയാളെ സ്നേഹിക്കാൻ തുടങ്ങും. ആ സ്നേഹം ഹൃദയങ്ങളിൽ വേരൂന്നുകയും ചെയ്യും. മഹത്തായൊരു ദിക്റും കൂടെയാണ് യാ വദൂദു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ആ പാഠം എന്താണെന്നറിയോ? നമ്മൾ എല്ലാവരോടും അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരിക്കണം. ഒരാളോടും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടായിരിക്കരുത്. ഹൃദയത്തിൽ കൈവച്ച് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? നമ്മുടെ ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടോ എന്നുള്ളതും, ആ വെറുപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കെന്ത് നേട്ടം? അവര് അതിൽ നിന്ന് ആ വെറുപ്പ് കാരണമായിട്ട് അവർക്ക് എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരാളോടും വെറുപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഇപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിവെക്കാം. വെറുപ്പ് ഉണ്ടാകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവര് വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും, പെരുമാറ്റങ്ങളെ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും, ഇടപെടലുകളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ടാകരുത്. അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ക്വാളിറ്റികളിൽ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പുണ്ടാകാതിരിക്കുക. ഈ ഒരു പോയിന്റ് വളരെയധികം മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഇസ്മ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ. എന്താണ് ആ പോയിന്റ്? നമ്മുടെ മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ടാകാതിരിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു മേന്മയിൽപ്പെട്ടതാണ്, മേത്തരം ക്വാളിറ്റിയാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ടാകരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ മനസ്സിൽ ആരോടൊക്കെ വെറുപ്പുണ്ട്? അവരോട് വെറുപ്പുണ്ട്, ഇവരോട് വെറുപ്പുണ്ട്. ഇങ്ങനെ വെറുപ്പുകൾ നമ്മുടെ ഹൃദയത്തിൽ സമ്പാദിച്ച് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് നടന്നാൽ നമ്മുടെ ഹൃദയം സങ്കുചിതമാണ്, ഒരു കുടുസായി മാറും. നമുക്ക് വിശാലമായ കോൺസെപ്റ്റോടുകൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂല, വെറുപ്പ് ഹൃദയങ്ങളിൽ വെച്ചവര്. അതുകൊണ്ട് തന്നെ വെറുപ്പ് മാറ്റിവെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുവാൻ, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുവാൻ, ദാമ്പത്യ ജീവിതം സുഖകരമാക്കാൻ ഈ ഇസ്മിനെ ധാരാളമായിട്ട് ചൊല്ലിയാൽ മതി. ഈ ഇസ്മിനെ ധാരാളമായിട്ട് ചൊല്ലിയാല് അള്ളാഹുവിന്റെ തൃപ്തിയിലും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ട് ഫി വജ്ഹില്ലാഹി ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഇടക്കിടക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക. യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ് എന്നിങ്ങനെ ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ബറക്കത്ത് നൽകും, അവരുടെ കുടുംബജീവിതത്തിൽ വലിയ സന്തോഷം നൽകും എന്നുള്ളതാണ്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു പ്രവാസി സുഹൃത്ത് 5 വർഷമായി വിദേശത്തേക്ക് പോയിട്ട് അവർക്ക് നാട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നില്ല. അവരുടെ കുടുംബം വലിയ പ്രയാസത്തിലാണ്, മക്കളൊക്കെ ഉപ്പയെ ചോദിക്കുകയാണ്. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലകപ്പെട്ട, വലിയ പ്രയാസത്തിലകപ്പെട്ട ഒരു കുടുംബമാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഫോൺ കോളുകളൊക്കെ ചെയ്തിരുന്നു, മെസ്സേജുകൾ അയച്ചിരുന്നു, വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞവരാണ്. ഈ ഇടയായിട്ട് തീരെ ഫോൺ കോളുകളില്ല, മെസ്സേജുകളില്ല, അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. സുഹൃത്തുക്കളുമായി കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോൾ അവർക്കും തന്നെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിയുന്നില്ല. അപ്പോ ഇത്തരം വിഷയത്തിനൊരു പരിഹാരമായിട്ട് അതിനൊരു പ്രതിവിധി അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ യാ വദൂദു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ കണ്ണീർ കണങ്ങളുമായി വന്നവരോട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ അവരത് വളരെ ആത്മാർത്ഥമായി ചൊല്ലുകയാണ്. എത്ര തവണയാണ് ചൊല്ലാൻ പറഞ്ഞത്? 400 തവണയാണ് ചൊല്ലാൻ നിർദ്ദേശിക്കുകയുണ്ടായത്. 400 തവണ മുറപ്രകാരം ആ നാമം ഉരുവിട്ട് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം വളരെ ആത്മാർത്ഥമായി അതങ്ങ് ചൊല്ലിയപ്പോ ഗൾഫിൽ നിന്ന് അവർക്ക് നാട്ടിലേക്ക് എത്താൻ സാധിക്കുകയും വളരെ റാഹത്തോടുകൂടെ കുടുംബത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയുകയും വളരെ സുഖകരമായ രീതിയിൽ ദാമ്പത്യ ജീവിതമെന്ന നൗക അവരിരുവരും ഒന്നിച്ച് തുഴയുകയും ചെയ്യാനുള്ള അവസരമുണ്ടായി. ആ സന്തോഷദായകമായ കുടുംബജീവിതം നയിക്കാൻ കാരണമായത് ഈ പവിത്രമായ ഇസ്മാണ്. നമ്മുടെ അടുക്കൽ പലരും വരുമ്പോൾ ഇസ്മ കൊണ്ട് അമല ചെയ്യാൻ കൊടുക്കാറുണ്ട്.
ഈ ഇസ്മ അത്ഭുതങ്ങളുടെ കലവറയാണ്. അത് നല്ല നിയ്യത്തോടുകൂടി ചെയ്താൽ നല്ല റിസൾട്ട് അതിനുണ്ടാകും. വല്ല ആളുകളും ആരെങ്കിലും അവരുടെ ഭാര്യയോടൊപ്പം യാ വദൂദു യാ അല്ലാ എന്ന 1000 തവണ മന്ത്രിച്ചോദിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർക്ക് ആ കുടുംബ ജീവിതത്തിൽ ഒരു പ്രയാസവും പിന്നെ ഉണ്ടാകൂല. അവർക്കിടയിൽ ഭിന്നിപ്പിന്റെ കലർപ്പുണ്ടാകൂല. അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ വാക്കുകൾ ഉണ്ടാവൂല. അവർക്കിടയിൽ പരസ്പരം ഇഷ്ടമില്ലാത്തതൊന്നും ഉണ്ടാവൂല. വളരെ സ്നേഹത്തോടുകൂടെ ജീവിക്കാനും ഒരിക്കലും വേർപിരിയാത്ത രൂപത്തിൽ, ഡിവോഴ്സിലേക്ക് എത്താത്ത രൂപത്തിൽ പരസ്പരം സ്നേഹസമ്പന്നതയോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അവർക്കുണ്ടാകും. ഈ ഇസ്മിന്റെ അതിവിശിഷ്ടമായ ഒരു മഹത്വമാണത്. ചെയ്തു നോക്കൂ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തു നോക്കിയാൽ മതി. ഈ കപ്പിൾസിനിടയില്, ഭാര്യഭർത്താക്കന്മാർക്കിടയില്, ദമ്പതികൾക്കിടയില് തെറ്റിദ്ധാരണയും അഭിപ്രായ ഭിന്നതയും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർ, ദാമ്പത്യ ജീവിതം സുഖകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമം ധാരാളം തവണ പ്രകീർത്തിക്കുകയോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഇതിനെ ഊതി കൊടുക്കുകയോ ചെയ്താൽ മതിയാകുമെന്ന് പല മഹാന്മാരും അവരവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇസ്മ കൊണ്ട് നല്ല രൂപത്തിൽ അമല് ചെയ്യുക. യാ വദൂദ് സ്ഥിരമായിട്ട് ചെല്ലുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, നമുക്കറിയാം. അപ്പൊ അത് നല്ല രൂപത്തില് ഒന്നും കൂടെ ഊട്ടിയുറപ്പിച്ച് മനസ്സറിഞ്ഞ് ചെല്ലിയാൽ നല്ല റിസൾട്ട് കിട്ടും. ഈ ദുഷ്പ്രവർത്തികളിൽ നിന്ന്, ക്രൂരപ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്ന കുട്ടികൾ നല്ലവരായി തീരാൻ, ഈ ലഹരിക്കും മദ്യത്തിനും കഞ്ചാവിനും MDMA LSD പോലെയുള്ള പുതിയ കാല ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലുണ്ട്. ഇന്നത്തെ കാലത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അവര് അരുതായ്മകളും അധാർമികതയും ക്യാച്ച് ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. നിങ്ങൾ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്ര പെട്ടെന്നാണെന്നറിയണോ അവർ തെറ്റിലേക്ക് എത്തുന്നത്. എന്നാൽ നന്മയിലേക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും എത്താൻ കഴിയുന്നില്ല. പുതിയ കാലത്തെ ഒരു പ്രവണത എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടെ നമ്മുടെ മക്കളെ നമ്മുടെ കീഴിൽ മാതാപിതാക്കൾക്കനുസരിച്ച് അള്ളാഹു അവന്റെ ഹബീബും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വളരാൻ സാധിക്കുന്ന ഒരു നല്ല അമലാണ് പറയുന്നത്. ഹറാമുമായിട്ട് അന്യബന്ധങ്ങളിൽ ഏർപ്പെട്ട മക്കളുണ്ടെങ്കിൽ പലരും നമ്മോട് പറയുന്നതാണ്, ഉസ്താദേ എൻ്റെ മോള് അന്യമതസ്ഥരായ ഒരു പയ്യനുമായി കോണ്ടാക്റ്റിലാണ്, എൻ്റെ മോൻ അങ്ങനെ ഒരു ഗേളുമായി കോണ്ടാക്റ്റിലാണ്, അത് ഹറാമിന്റെ ബന്ധമാണ്, ഞങ്ങൾക്കതിൽ താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ്. എന്താണ് ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം കഴിഞ്ഞ ഉടനെ 1001 പ്രാവശ്യം എന്തെങ്കിലും ഒരു മധുരമുള്ള പലഹാരത്തിലെ ഭക്ഷണത്തിലെ 1001 തവണ യാ വദൂദു യാ അല്ലാ എന്ന് മന്ത്രിച്ചു കൊടുക്കുക. അതാദ്യം ഒരു തവണ ചെയ്തു കൊടുക്കുക, പിന്നീട് പിന്നെയും ഒരാവർത്തിയൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും. നമുക്കല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ മക്കളോട് നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവർ മനസ്സിലാകുന്നുണ്ട്. അവര് നമ്മൾ പഴഞ്ചൻ, ഇവരൊരു പഴഞ്ചനാണ്, ഇവര് ഓൾഡ് ജനറേഷൻ ആണ്, ഇവര് 80s-ലെ 70s-ലെ 90s-ലെ കിഡ്സ് ആണ്, ഇവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല, ഞങ്ങളൊക്കെ പുതിയ കാലത്ത് മക്കളാണെന്ന് ഉള്ള രൂപത്തിലാണ് അവരുടെയൊക്കെ ഒരു കോൺസെപ്റ്റ്. പണ്ടുകാലങ്ങളിലൊക്കെ തെറ്റായി കണ്ട പലതും ഇപ്പോൾ ആരും തെറ്റായി കാണുന്നില്ല. പണ്ടുകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു സഹോദരിമാർ നടന്നിരുന്നത്? കാലുകൾ വരെ മറച്ച്, തല മറച്ച്, കണ്ണുകൾ മറച്ച്, കൊടയൊക്കെ ചൂടി പോകുമ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മമാർക്കറിയാം നമ്മുടെ ഉമ്മാമ്മമാരൊക്കെ നടന്നത്. അവര് മഴയില്ലാത്ത സമയം, വെയിലില്ലാത്ത സമയം കൊട ചൂടിയിട്ടാ നടക്കുക. എന്തുകൊണ്ടാ കൊട ചൂടി നടക്കുന്നത്? ഈ കുട ചൂടി നടക്കുന്ന സമയത്ത് ആ കുടയൊരു മറയാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ആ കുട ഇങ്ങനെ സൂര്യനുള്ളതുപോലെ അത് താഴേക്ക് താഴ്ത്തിപ്പിടിച്ച് ആളുകളുടെ നോട്ടത്തിൽ നിന്നും തന്റെ ശരീരവും മുഖവും മറച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ നടന്നിരുന്ന എത്രയോ ഉമ്മമാരുണ്ടായിരുന്നു. ഒരു തരി പോലും മുടി പുറത്ത് കാണാത്ത രൂപത്തിൽ മഫ്ത, നല്ല സ്കാഫ് ധരിച്ച്, തട്ടം ധരിച്ച് നടന്നിരുന്ന ഉമ്മമാരായിരുന്നു പഴയ കാലങ്ങളിൽ. ആ ഉമ്മമാരുടെ മക്കളാണ് പുതിയ കാലത്തെ
ട്രെൻഡിൽ അമർന്ന് ജീവിക്കുന്നവര്. അവർക്കിതൊന്നൊരു മടിയില്ല. പണ്ടുകാലങ്ങളിൽ ലജ്ജ ധാരാളമായിട്ട്, ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരു സ്ത്രീയിൽ നിന്ന് ലജ്ജയില്ലാതാകുമ്പോൾ ആ സ്ത്രീയല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ്. ഇന്ന് ലജ്ജ തീരെയില്ല. ഇന്ന് നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ നോക്കിയാൽ അവരുടെ പണ്ടുകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അവര് തലയുടെ ഒരു മുടി പോലും കാണാതെയാണ് അവര് തട്ടം ധരിച്ചിരുന്നെങ്കിൽ ഇന്ന് തലയുടെ തട്ടം തുടങ്ങുന്നത് തലയുടെ പകുതി ഭാഗത്തിന്റെ അപ്പുറത്ത് നിന്നാണ്. അത്രയും ഭാഗം കവേർഡ് അല്ല, അവരത് മറക്കുന്നില്ല. ശരിക്ക് തല മറക്കൽ നിർബന്ധമായ ഒരു കാര്യവുമല്ലേ. എന്നാൽ ഇത് ആരുടെ മക്കളാണ്? ഹജ്ജ് ചെയ്ത ഹജ്ജുമയുടെയും ഹജ്ജ് ചെയ്ത ഹാജിയുടെയും മക്കളാണ്. അവര് വളരെ ചിട്ടയിലാണ് ജീവിക്കുന്നത്. മക്കൾ ആ രൂപത്തിലേക്ക് വളർത്താൻ കിട്ടുന്നില്ല. അപ്പൊ പുതിയ കാലത്ത് മക്കൾ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുമ്പോഴോ എല്ലാവരും അങ്ങനെയല്ല നടക്കുന്നത്, എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്, ഉമ്മാക്കൊന്നും തിരിയാത്തതുകൊണ്ടാണ്, ഉപ്പാക്ക് ലോകം തിരിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അവർ നമ്മളെ തള്ളി പറയും. അപ്പൊ നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാനോ നമ്മെ അവർ ഉൾക്കൊള്ളാനോ ശ്രമിക്കുന്നില്ല. ഈ സമയത്താണ് നമുക്ക് ഇത്തരം ആത്മീയമായ വഴികൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക. ആത്മീയമായ വഴികൾ നിങ്ങൾ നോക്കൂ. പഴയ കാലത്ത് നിങ്ങൾക്കറിയോന്നറിയില്ല, എനിക്ക് ഓർമ്മയില്ല ആ വിഷയങ്ങളൊക്കെ. എൻ്റെ കുട്ടിക്കാലത്താണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. പഴയ കാലത്തേക്ക് ചുരിദാർ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നപ്പോഴേക്ക് അതൊരു പാൻറ് ടൈപ്പ് ആയതുകൊണ്ട് അത് ധരിക്കുമ്പോൾ തന്നെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെ ധരിക്കാതെ, ആണുങ്ങളുടെ ഡ്രസ്സ് പോലെയുള്ള ഡ്രസ്സല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എവിടെ വായിച്ചതാണ്. പക്ഷേ ഇന്നത്തെ ഒരു ജനറേഷനിൽ നോക്കൂ, ഒരു മടിയുമില്ലാതെ വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു. അതേപോലെ തന്നെ പുരുഷന്മാർ ധരിക്കുന്ന പോലെ പാൻസ് ഇട്ട് നടക്കുന്നു. എത്രമേൽ വളരെ ലജ്ജാവഹമായ കാര്യമാണത്. നമ്മുടെ മക്കള്, ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, നിങ്ങളുടെയൊക്കെ മക്കള് തന്നെ പുരുഷന്മാർ ധരിക്കുന്നത് പോലെ ബാക്ക് ഭാഗമൊക്കെ ശരിക്കും കവർ ചെയ്യാതെ സാധാ പാൻറ് ഇട്ട് പുരുഷന്മാർ നടക്കുന്നത് പോലെ നടക്കുന്ന എത്രയോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കാണാൻ സാധിക്കും. ഇതൊന്നും മാതാപിതാക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ അവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാത്തത് കൊണ്ടല്ല, അവര് നമ്മെ ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ അത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇത്തരം അമലുകളൊക്കെ ചെയ്യാൻ പറ്റുക. നല്ല ആത്മാർത്ഥമായിട്ട് ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികളില്, ഇങ്ങനെയുള്ള ചീത്ത സംസ്കാരങ്ങളില്, ഇങ്ങനെയുള്ള ഹറാമിന്റെ കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളിലൊക്കെയുള്ള മക്കൾക്ക് ഇതൊന്ന് ചെയ്തു കൊടുത്തു നോക്കൂ. നല്ല റിസൾട്ട് ഉണ്ടാകും. ആളുകൾക്ക് തന്നെ കുറിച്ച് നന്നായി മതിപ്പുണ്ടാകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 100 തവണ ഈ ഇസ്മിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ വലിയ വലിയ അത്ഭുതങ്ങളും പൊരുളുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഖൽബുകൾ കവർന്നെടുക്കാനും ജനഹൃദയങ്ങളിൽ സ്വാധീനം വർദ്ധിക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ആത്മാക്കളെ ആകർഷിക്കാനുള്ള ഇതിന്റെ ശക്തി വലിയ അപാരം തന്നെയാണ്. പ്രേമം അത് നുകർന്നവരുടെ ദിക്റും ഇത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം സ്നേഹിക്കാൻ ഈ ഇസ്മ ധാരാളമായിട്ട് അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ വരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാമം വല്ലൊരുത്തനും യാ വദൂദ് യാ അല്ലാഹ് എന്നുള്ള ഇസ്മ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ആ അവസ്ഥയില് അത് അവരുടെ ഖൽബില് മഹബ്ബത്തിന്റെ പുതുജീവൻ അല്ലാഹു അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കും. അപ്പോ അല്ലാഹു മറ്റുള്ള സൃഷ്ടികൾക്കൊക്കെ അവനെ സ്നേഹിക്കാനും അവന് മറ്റുള്ളവരുടെ സൃഷ്ടികളെ സ്നേഹിക്കാനും നല്ല ഒരു സ്വഭാവം ക്രിയേറ്റ് ചെയ്യാനും അത് കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആത്മാർത്ഥമായി യാ വദൂദ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അത് ജീവിതത്തിൽ പകർത്തിയാൽ ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്മിന്റെ ഖാദിമീങ്ങളായ മലക്കുകൾ, ആ മലക്കുകൾക്ക് കീഴിലുള്ള വലിയ വലിയ മലക്കുകൾ, അണികളുണ്ട്. ആ അണികളൊക്കെ ഇത് ചൊല്ലുന്നവർക്ക് അതിന്റെ സഹായവുമായി രംഗത്ത് വരും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലോകങ്ങൾക്ക് കീഴിലാണ് ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ അധികാരങ്ങളൊക്കെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ
വളരെ മനസ്സാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ ഈ ഇസ്മിനെ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അതിനുണ്ടാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വലിയ അത്ഭുത ഫലങ്ങളുള്ള ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങളുള്ളവര്, കുടുംബ ജീവിതത്തിൽ തകർച്ചയിലുള്ളവര്, അവർക്കൊക്കെ ഈ ഇസ്മിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോ ഇത്തരം പ്രയാസങ്ങളുള്ളവരും ഇല്ലാത്തവരൊക്കെ ഇത് ചൊല്ലാം. ഇല്ലാത്തവരെന്തിനു ചൊല്ലുന്നു? മേലിൽ അത്തരം വിഷയങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എത്രയോ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നു, എത്രയോ കേസുകളാണെന്നറിയോ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. എല്ലാം വിവാഹമോചനത്തിന്റെ പേരിൽ വന്ന കേസുകളാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് ഒരാളും ഒരാളെ അംഗീകരിക്കാതെ പരസ്പരം ഭിന്നിപ്പിലായി വിഷമത്തിലായി കഴിയുന്നവര്. പല ആളുകളും മക്കളുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം മരിച്ചു ജീവിക്കുന്നവരുണ്ട് കുടുംബ ജീവിതത്തില്, പരസ്പരം മിണ്ടാതെ. 6 മാസമായിട്ട് ഒരേ വീട്ടിൽ നിൽക്കുന്ന 2 ദമ്പതികൾ പരസ്പരം മിണ്ടാതെ നിൽക്കുന്ന കേസുകൾ വരെ നമുക്കറിയാം. അവര് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, അവിടെ വെക്കുന്നു, അവര് കഴിച്ചു പോകുന്നു. ഇവര് വളരെ മിനിമൈസിലായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നു. വളരെ പ്രയാസത്തോടുകൂടെ പല സഹോദരിമാരും അവരവരുടെ കുടുംബത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പുറത്തറിയിക്കാതെ ഇതെന്തെങ്കിലും ഒന്ന് ശരിയാകുമെന്ന് കരുതി തള്ളി നീക്കുന്നവർ വരെയുണ്ട്. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അറിയിക്കാതിരിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് അറിയിക്കുന്നില്ല? എൻ്റെ ഉപ്പാക്ക് 2 തവണ അറ്റാക്ക് കഴിഞ്ഞതാണ്. കഷ്ടപ്പെട്ട് 25-30 പവൻ 40 പവനൊക്കെ കഷ്ടപ്പെട്ട് സ്വർണം ഗോൾഡ് ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചതാണ്. എൻ്റെ ഉപ്പ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞ് എത്രയോ കേസുകൾ നമ്മുടെ ഇടയ്ക്കിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞയച്ചിട്ട് അറ്റാക്ക് സംഭവിച്ച ആ ഉപ്പയോട് ഞാനിനി വീണ്ടും എൻ്റെ കുടുംബജീവിതത്തിലെ തകർച്ചയാണ്, അത് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉപ്പാക്കത് സഹിക്കാൻ കഴിയൂല. ഒരു പക്ഷേ എൻ്റെ ഈ വാക്ക് കേൾക്കുന്നത് ായിരിക്കും എൻ്റെ ഉപ്പായുടെ മരണം സംഭവിക്കുക. എൻ്റെ ഉപ്പാക്കത് താങ്ങാൻ കഴിയൂല, അതുകൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞില്ല എന്ന് പറഞ്ഞ എത്രയോ കേസുകളുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുടുംബങ്ങള് അവർക്ക് ഈ ഇസ്മ പതിവാക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ വിഷയങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു നല്ല മാർഗവും കൂടെയാണ് ഈ ഇസ്മ. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തില് നമ്മുടെ മക്കളിലെ പരസ്പരം സിബ്ലിങ്സ് തമ്മില്, ജ്യേഷ്ഠ സഹോദരന്മാരും അനിയന്മാരൊക്കെ തമ്മില് ഇണക്കമില്ലാത്തവരിലേക്കൊക്കെ നമുക്ക് ഈ അമല് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകള് പ്രത്യേകം നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത വിഷയങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ഓരോ വീഡിയോസിന് താഴെയും കമന്റുകളായി എഴുതി അറിയിക്കുന്ന വിഷയങ്ങളൊക്കെയുണ്ട്. അതിനൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഓരോ മജ്ലിസുകളിലും പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും നമ്മുടെ മജ്ലിസിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക, അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുക, അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമല ചെയ്യുക. അസ്മാഉൽ ഹുസ്നയുടെ റിയാളയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിയാള പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ റിയാള പൂർത്തിയാക്കി വീട്ടുക. അതിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ ആ അസ്മാഉൽ ഹുസ്ന കൊണ്ട് വലിയ ഫലം നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ നമ്മൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായി ആത്മാർത്ഥമായി ചെയ്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെയല്ലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ, അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, ഭർത്താവ് പറഞ്ഞാലും ഭാര്യ അംഗീകരിക്കില്ല, ഭാര്യ പറഞ്ഞാലും ഭർത്താവ് അംഗീകരിക്കില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിയിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ ഇത്തരം അമലുകൾ പ്രയോഗിക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ റിയാള ഏതാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. റിയാള എന്ന് പറഞ്ഞാൽ വലിയ കഠിനമായ റിയാളകളായിരിക്കും. പക്ഷെ നമ്മൾ ഏത് സാധാരണക്കാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന, അധികം കടമ്പകളൊന്നുമില്ലാത്ത ഏറ്റവും ചെറിയ ഒരു റിയാള നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ റിയാള കാണണമെന്നുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇതിൽ കാണാം. ആ വീഡിയോ നിങ്ങൾ 2 വീഡിയോ കാണാം. ആ വീഡിയോ നോക്കിയിട്ട് അസ്മാഉൽ ഹുസ്ന റിയാള എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് റിയാള, എപ്പോ ചെല്ലണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ കൃത്യമായി
കൃത്യമായി പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യുക. അസ്മാഉൽ ഹുസ്നയുടെ അതദുകൾ അപ്പോൾ ആവശ്യമായി വരും, ഓരോ ഇസ്മുകളുടെ അതദുകൾ ആവശ്യമായി വരും. അപ്പോൾ അതദുകൾ നോക്കാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്, എന്താ പ്രിന്റിങ്ങിൽ വന്ന മിസ്റ്റേക്കും അത് നോക്കി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാമത് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് അതദുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അതദുകൾ നോക്കിയിട്ട് അസ്മാഉൽ ഹുസ്ന അതദുകൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ സംസാരിച്ച ഇസ്മ വദൂദ് എന്ന് പറയുന്ന ഇസ്മാണ്. വാവ് എന്ന് പറഞ്ഞാൽ 6 ആണ്, നമുക്കറിയാം. ദാല് എന്ന് പറഞ്ഞാൽ 4 ആണ്, വാവ് വീണ്ടും 6 ആണ്, ദാല് 4 ആണ്. അപ്പൊ ആകെ മൊത്തം 20 ആണ് അതിന്റെ ആദത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മിന്റെ ആദത് 20 ആണ്. ഇൻഷാ അല്ലാഹ് ഓരോ ഇസ്മുകൾക്കും അതുപോലെ ഓരോ ആദതുകളുണ്ട്. ആ ആദതുമായി ചേർത്തിയിട്ടാണ് അസ്മാഉൽ ഹുസ്ന റിയാള പൂർത്തിയാക്കി വീട്ടാനുള്ള ആ ഒരു റിയാളയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ അത് ചെയ്തതാണ്. ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും. അവർ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ വലിയ ഫലം അതിനുണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി മജ്ലിസുകളിലൊക്കെ പങ്കെടുത്ത് അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ച് അതെല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാക്കി കൊണ്ടു നടന്നാൽ വലിയ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.